സർ, വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം ലോകത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് തുറമുഖങ്ങളായ സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് എന്നിവയുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് കേന്ദ്രത്തിനപ്പുറം ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, ഈ സങ്കല്പത്തിനനുസൃതമായി വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണം VKPGT എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. NH 66, പുതിയ ഗ്രീൻഫീൽഡ് NH 744, നിലവിലുള്ള കൊല്ലം കൊട്ടാരക്കര ചെങ്കോട്ട NH 744, MC റോഡ്, മലയോര തീരദേശ ഹൈവേകൾ, തിരുവനന്തപുരം കൊല്ലം റെയിൽപാത, കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്നിങ്ങനെ നമ്മുടെ പ്രധാന ഗതാഗത ഇടനാഴികൾ ശക്തിപ്പെടുത്തുന്നതിന് ഈ പദ്ധതി കാരണമാവും. വികസന ത്രികോണ മേഖലകളുടനീളം വിവിധോദ്ദേശ പാർക്കുകൾ, ഉൽപ്പാദന കേന്ദ്രങ്ങൾ, സംഭരണ സൗകര്യങ്ങൾ, സംസ്കരണ യൂണിറ്റുകൾ, അസംബ്ലിംഗ് യൂണിറ്റുകൾ, കയറ്റിറക്ക് കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നത് പദ്ധതിയിൽപ്പെടുന്നു. ഇടനാഴിക്ക് സമീപസ്ഥങ്ങളായ പ്രദേശങ്ങളെ തിരഞ്ഞെടുത്ത് പൊതു സ്വകാര്യ SPV മാർഗ്ഗങ്ങളിലൂടെ വികസിപ്പിക്കും. പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി ഒരു SPV രൂപീകരിച്ച് ഭൂവികസന നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്തും. നേരിട്ടുള്ള ഭൂമി വാങ്ങലിനായി 1000 കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിക്കും. സർ, വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലീസ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ക്ലിക്ക് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് എന്ന ഒരു പോർട്ടൽ ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. സർ, വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ സ്വാധീന മേഖലയിലുള്ള സാമ്പത്തിക വികസനം. സർ, കേരള സംസ്ഥാനത്ത് ആകെ 1800 കിലോമീറ്ററോളം നീളത്തിലുള്ള ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗങ്ങളുണ്ട്. ഇതിൽ നാഡീരേഖയായി വർത്തിക്കുന്നതാണ് കോവളം, നീലേശ്വരം, വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഉൾനാടൻ ജലപാതകളിലൂടെ വിനോദസഞ്ചാരം, ജലഗതാഗതം, ചരക്ക് നീക്കം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായി കോവളത്തിനും ബേക്കലിനും ഇടയിലുള്ള ഉൾനാടൻ ജലപാതയുടെ സമ്പൂർണ്ണമായ പുനരുജ്ജീവനവും വികസനവും സർക്കാർ ലക്ഷ്യമിടുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം 2026 പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു. വലിയ നിക്ഷേപങ്ങൾ ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങളായി കിഫ്ബി 500 കോടി രൂപ ഈ വർഷം മാറ്റിവെക്കും. സർ, ആദ്യഘട്ടത്തിൽ വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ ആക്കുളം കൊല്ലം റീച്ചിൻ്റെ സ്വാധീന മേഖലയിൽ വരുന്ന 15.115 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇവിടെ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം, വ്യത്യസ്ത വിനോദസഞ്ചാര ഉൽപ്പന്നങ്ങൾ, സംയോജിത മത്സ്യപ്പാർക്ക്, കായൽ വിനോദസഞ്ചാരം, ബോട്ട് നിർമ്മാണ റിപ്പയർ യൂണിറ്റ് എന്നിങ്ങനെ 5 വികസന മേഖലകൾ സ്ഥാപിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. മണ്ണാറം പാറ കല്ലായി റീച്ച് പ്രദേശത്തെ 17.56 ഹെക്ടർ സ്ഥലം വികസന മേഖല സൃഷ്ടിക്കുന്നതിനായി ഏറ്റെടുക്കും. തീരദേശ ഹൈവേയോട് ചേർന്നുള്ള സാമ്പത്തിക മേഖലകളുടെ വികസനം. സർ, തീരദേശ ഹൈവേ തിരുവനന്തപുരത്തെ പൂവാറിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി വരെ വ്യാപിച്ചു കിടക്കുന്നതും കൊല്ലം, വിഴിഞ്ഞം, വല്ലാർപാടം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളുമായി ബന്ധിച്ചിട്ടുള്ളതാണ്. തീരദേശ ഹൈവേ കടന്നുപോകുന്ന 8 തീരദേശ ജില്ലകളിൽ കണ്ടെത്തിയിട്ടുള്ള 181 ഏക്കർ വിസ്തീർണമുള്ള 68 ലാൻഡ് പാഴ്സലുകളുടെ ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. തീരദേശ പാതയുടെ ഓരോ 25 കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കും. സ്വകാര്യ നിക്ഷേപത്തോടെ തീരദേശ ഹൈവേ ഭാഗങ്ങളിൽ ബീച്ച് പ്രൊമനേഡുകൾ, സൈക്ലിംഗ് ട്രാക്കുകൾ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ അമ്യൂണിറ്റീസ്, നടപ്പാതകൾ, EV ചാർജിംഗ് സ്റ്റേഷനുകൾ, ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ എന്നിവ സ്ഥാപിക്കും. സർ, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ. 63 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം തുറമുഖത്തെ നാവായിക്കുളവുമായി ബന്ധിപ്പിച്ച് നാഷണൽ ഹൈവേ 66 ചേരും. ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് ഔട്ടർ റിംഗ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 2.5 കിലോമീറ്റർ മേഖലയിലെ ഔട്ടർ റിംഗ് റോഡ് ഗ്രോത്ത് കോറിഡോർ പദ്ധതി OAGC ഒരു മാസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്ലാനായി വിഭാവനം ചെയ്യുന്നു. സർ, എല്ലാ ആധുനിക സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ സാശ്രയ ടൗൺഷിപ്പ് ശ്രേണിയായാണ് OAGC രൂപകൽപ്പന ചെയ്യുന്നത്. വിഴിഞ്ഞം, കോവളം, കാട്ടാക്കട, നെടുമങ്ങാട്, വെമ്പായം, കിളിമാനൂർ, കല്ലമ്പലം എന്നിവിടങ്ങളിൽ പ്രധാന എക്കണോമിക് നോഡുകൾ വിഭാവനം ചെയ്യുന്നു. ഓരോ നോഡും സാമ്പത്തിക മേഖലകളായി വികസിപ്പിക്കുന്നതായിരിക്കും. ഈ പ്രദേശങ്ങളുടെ വികസനത്തിനുള്ള ഭൂമി ലാൻഡ് പൂളിംഗ് അടക്കമുള്ള പദ്ധതികളിലൂടെ ലഭ്യമാക്കും.